ചരിത്ര രേഖകളുടെ സംരക്ഷണം കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന് മന്ത്രി ഒ.ജെ. ജനീഷ്. ചരിത്ര രേഖകളും സാംസ്കാരിക പൈതൃകങ്ങളും സംരക്ഷിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും ഇതിന് സർക്കാർ പിന്തുണ നൽകുമെന്നും പുരാരേഖ വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ് പറഞ്ഞു. കേരള സംസ്ഥാന പുരാവകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ആർക്കവൈസ് വാരാഘോഷങ്ങളുടെ സംസ്ഥാന തല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ജൂൺ 9 ആചരിക്കുന്നത് ഇൻ്റർനാഷണൽ കൗൺസിൽ ഓൺ ആർക്കൈവ്സിൻ്റെ തീരുമാനപ്രകാരം ലോകത്തിൻ്റെ ചരിത്രവും ഭരണപരവും സാംസ്കാരികവുമായ രേഖകൾ സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പോൾ ജൂൺ 8 മുതൽ 13 വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു പ്രചരണത്തിന് തുടക്കം കുറിക്കുന്നത്. ആർക്കൈവിലൊരു പ്രാധാന്യം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ വേണ്ടി സാധിക്കും. ചരിത്ര രേഖകളെ സംരക്ഷിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക്, സർക്കാരുകളുടെയും സ്ഥാപനങ്ങളിലേക്ക് പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും ആധികാരികമാകുന്ന തെളിവുകൾ സംരക്ഷിക്കാൻ സാധിക്കുന്നത് ആർക്കൈവ്സിൽ നിന്നാണ്. പേപ്പറുകളില്ലാതിരുന്നൊരു കാലത്ത്, ഡിജിറ്റൽ സംവിധാനങ്ങളില്ലാതിരുന്നൊരു കാലത്ത് താളിയോലകളെ ആശ്രയിച്ചുകൊണ്ട് എഴുതപ്പെട്ടിരുന്ന ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ വൈദ്യ ശാസ്ത്രത്തിൻ്റെ ഭാഗമായ രേഖകളും രാജകൽപ്പനയുടെ ഭാഗമായ ഉത്തരവുകളും അതിനേക്കാൾ മുമ്പ് ശിലകളിൽ രേഖപ്പെടുത്തപ്പെട്ടിരുന്ന അക്ഷരങ്ങളും ലിപികളും ഗുഹകളിൽ രേഖപ്പെടുത്തപ്പെട്ടിരുന്ന അക്ഷരങ്ങളും ലിപികളും അങ്ങനെ ഒട്ടനവധിയായ പഠനം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. വായിച്ചു നോക്കാൻ തീരുമാനിച്ചാൽ, പഠിക്കാൻ തീരുമാനിച്ചാൽ വളരെ കൗതുകമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ശാഖ കൂടിയാണ്, അറിവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ശാഖ കൂടിയാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ നമുക്ക് ചരിത്രം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും നമ്മളൊക്കെ പറയും ചരിത്രം അത്ര പ്രാധാന്യപ്പെട്ടതല്ല എന്ന് പറയും. വളരെ ലളിതമായി നമുക്കൊന്നിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ നമുക്കെല്ലാവർക്കും നമ്മുടെ പേരറിയാം, നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരറിയാം, അച്ചിച്ചൻ്റെയും അമ്മൂമ്മയുടെയും പേരറിയാം. അവർക്ക് മുകളിലേക്കുള്ള പഴയ തലമുറ അച്ഛൻ്റെ പേരെന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരെന്തായിരുന്നു, അവരുടെ അച്ഛൻ്റെ പേരെന്തായിരുന്നു എന്നിങ്ങനെ ഇങ്ങനെ വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ ഒരു 3 തലമുറയിൽ 4 തലമുറയിൽ നമ്മളുടെ അറിവ് അവിടെ വെച്ച് അവസാനിക്കും. അതിനപ്പുറത്തേക്ക് പോകില്ല. പഴയ പേരുകൾ എങ്ങനെയായിരുന്നു? ഇന്നത്തെ പോലെ സ്റ്റൈലം പേരുകളായിരുന്നില്ല. പഴയ പേരുകൾക്ക് ഒരു പരിണാമത്തിൻ്റെ ഒരു ഗതിയുണ്ട്. ആ പേരുകളുടെ കാലഘട്ടത്തിലെ ആളുകളുടെ അറിവ് എങ്ങനെയായിരുന്നു, അവരുടെ അക്ഷരങ്ങൾ, അവരുടെ ലിപികൾ എങ്ങനെയായിരുന്നു, അവരെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്, അവരെങ്ങനെയാണ് ഇതെല്ലാം എഴുതി വെച്ചത്. ഇന്ന് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ചുറ്റുവട്ടങ്ങൾ, അതിൻ്റെ ഉടമസ്ഥാവകാശം നമ്മുടെയിലാണ്. അതിന് നമ്മുടെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്, ആധാരം എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് ഉണ്ട്. അതിന് മുമ്പ് അത് ആരുടെ കയ്യിലായിരുന്നു, അതിന് മുമ്പ് അത് ആരുടെ കയ്യിലായിരുന്നു, അത് എങ്ങനെയാണ് നമ്മുടെ പൂർവികരുടെ കൈകളിലേക്ക് എത്തിയത്, അച്ഛൻ്റെ കയ്യിലേക്ക് എത്തിയത്, അച്ഛൻ്റെ കയ്യിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ മുത്തച്ഛൻ്റെ കയ്യിലേക്ക് എത്തിയത്, അത് എത്തുന്ന സമയത്ത് അതെങ്ങനെയാണ് എഴുതിയിരുന്നത്, അന്നത്തെ അക്ഷരങ്ങളും അന്നത്തെ ലിപികളും എല്ലാം ഇന്നത്തെ പോലെയാണോ, ഭാഷകളെല്ലാം ഇന്നത്തെ പോലെയാണോ എന്നിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ മനുഷ്യവംശത്തിൻ്റെ ഉറവിടം മുതൽ, അല്ലെങ്കിൽ മനുഷ്യർ അറിവ് സമ്പാദിച്ച ഘട്ടം മുതൽ ഓരോ ഘട്ടങ്ങളിലായി പരിണാമപ്പെട്ടു വന്ന അക്ഷരങ്ങളുടെയും വാക്കുകളുടെയും ഒക്കെ ഒരു വലിയ ചരിത്രം നമുക്ക് പരിശോധിച്ച് നോക്കാൻ വേണ്ടി സാധിക്കും. ഒരുപാട് അതിൻ്റെ ഭാഗമായ രേഖകളൊക്കെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതെല്ലാം പരിശോധിച്ച് നോക്കിയാൽ ഇന്നത്തേതുപോലെ സൗകര്യങ്ങളില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലെ മനുഷ്യരുടെ അറിവും മനുഷ്യൻ്റെ ആശയവിനിമയവും മനുഷ്യർ തമ്മിൽ സംസാരിച്ചിരുന്നതിൻ്റെയൊക്കെ തന്നെ കുറേയേറെ രേഖകളാണ് ഈ പറയുന്ന ആർക്കൈവ്സിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. മുഹമ്മദ് ഇബ്രാഹിം ജെ 5E. മന്ത്രി ശ്രീ ജനീഷ് അവർകൾ, ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഒഫീഷ്യൽസ്, മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കുമുള്ള സമ്മാനം ആർക്കൈവ്സിന്റെ ഡയറക്ടർ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. AD 1426 മുതലുള്ള എല്ലാ